ഹായ്, ഏറെ കാലമായി ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബ്രെയിൻ ചിപ്പ് വരാൻ പോകുന്നുള്ളത്. സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ ഒരു വലിയ ചർച്ച. അതെ, ഇനി നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ബ്രെയിൻ ചിപ്പായ ടെലിപ്പതി എന്ന ചിപ്പിനെ ഒരു മനുഷ്യനിൽ പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2016 എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കം കുറിച്ചത്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം ചിന്തകൾ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. വെറും ചിന്തകൾ മാത്രമല്ല, ആ ചിന്തകളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു ചിപ്പ് കൊണ്ട് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ചിന്തകളെ കൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക എന്ന രീതിയിലാണ്. ഇതുപോലെ നമ്മുടെ ചിന്തകളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സെൻസർ കൂടിയേ തീരും. അപ്പൊ ഇതേപോലുള്ള ഒരു ചിപ്പിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിലായിരുന്നു ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഇത്രയും കാലം. ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു പരീക്ഷണം ഇതിനു മുന്നേ ഒരുപാട് ജീവികളിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യനെ പരീക്ഷിച്ചത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കുരങ്ങൻ ഒരു ഗെയിം നിയന്ത്രിക്കുന്നതും അതേപോലെ കീബോർഡിലെ ലെറ്ററുകൾ നിയന്ത്രിക്കുന്നതെല്ലാം. പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ഡിവൈസുകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പിന്നീട് അവരുടെ പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും അത് സാധ്യമാവുക. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കീബോർഡിൻ്റെ ലെറ്റേഴ്സ് നിയന്ത്രിക്കാനും അതേപോലെ ഇപ്പോൾ അംഗവൈകല്യങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ റോബോട്ടിക് ഹാൻഡ് നിയന്ത്രിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു തുടക്കം തന്നെയായിരിക്കും ഇപ്പം ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ കാലിന് സുഖമില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വീൽ ചെയർ നിയന്ത്രിക്കാനും എല്ലാം പറ്റുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്, അതായത് ഇനി വരാൻ പോകുന്നതും. ഇപ്പം ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി മാത്രമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കമ്പനികൾ നിലവിൽ വരാനും അതേപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ നിലവിലുള്ള കമ്പനികൾ ഇതേപോലുള്ള ചിപ്പുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയൊരു മാറ്റത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.